അക്രമം ഇതെല്ലാം ആഭ്യന്തര വകുപ്പിന്റെ പരാജയമായിട്ടാണോ പ്രതിപക്ഷം കാണുന്നത്? ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി ഒഴിയണം എന്ന് പ്രതിപക്ഷം. ഞങ്ങൾ അതൊന്നും പറഞ്ഞില്ലല്ലോ. ഇതിനെ ഞങ്ങളൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയിട്ടല്ല കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ ഗവൺമെന്റ് ഫെയിൽ ചെയ്തു, പരാജയപ്പെട്ടു. അതാണ് ഞങ്ങൾ നിയമസഭയിൽ പറയുന്നത്. എൻഫോഴ്സ്മെന്റ് പരാജയപ്പെട്ടു എന്ന് പറയാം. എൻഫോഴ്സ്മെന്റ് ആരാണ്? ഇത് നടപ്പാക്കണ്ടേ? ഇത് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണ്ടേ? കേരളത്തിലേക്ക് ഇങ്ങനെ ഡംപ് ചെയ്യാണ് ഈ മെറ്റീരിയൽ. കിലോ കണക്കിന് സാധനം വരികയാണ്. അപ്പോൾ സർക്കാരിന് ഒരു 25 പേരെ പിടിച്ചാൽ, 25 പേരെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗത്ത് നിന്ന് പിടിച്ചു കഴിഞ്ഞാൽ എവിടെ നിന്നാണ് ഇത് വരുന്നത് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ എന്ത് പോലീസാണ്, പിന്നെ എന്ത് എക്സൈസാണ്? ഒരാളെ പിടിച്ചാൽ അയാൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടി, ഇത് എവിടെ നിന്നാണ് ഇതിൻ്റെ തുടക്കം കുറിച്ചത് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനവും ഇല്ല എന്നാണോ? അതിൻ്റെ അർത്ഥം ഗവൺമെന്റ് പരാജയപ്പെട്ടു എന്നാണ്, ദയനീയമായി പരാജയപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു സംശയം വേണ്ട. അല്ല, അത് പോകുന്നില്ലല്ലോ. ഞങ്ങൾ തന്നെ പല പ്രാവശ്യം, അതായത് ഞാൻ പറഞ്ഞില്ല, ഇതിനകത്ത് ഒരു രാഷ്ട്രീയ രക്ഷാകർതൃത്വമുണ്ട്. നിങ്ങൾ ആലപ്പുഴ, കൊല്ലം ജില്ലകളിലേക്ക് ഒന്ന് അന്വേഷിച്ച് നോക്കിയേ. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ മാഫിയയെ ലോക്കലായിട്ട് പ്രൊട്ടക്ട് ചെയ്യണം. ഞാൻ പൊളിറ്റിക്കൽ പേട്രണേജ്, രാഷ്ട്രീയ രക്ഷാകർതൃത്വം എന്നുള്ള വാക്ക് സൂക്ഷ്മതയോടുകൂടിയാണ് ഉപയോഗിച്ചത്, വെറുതെ പറഞ്ഞതല്ല. ഞങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞതാണ്, നിയമസഭയിൽ പറഞ്ഞ വാക്കാണ് ഞാൻ പുറത്തു പറയുന്നത്. ഉണ്ട്, അതിൻ്റെ സംരക്ഷണമുണ്ട്. അതാണ് അപകടത്തിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ ഇന്നലെ കഴിഞ്ഞ ദിവസം UDF യോഗത്തിന് ശേഷം UDF കൺവീനർ പറഞ്ഞത് കേരളത്തിലെ ക്യാമ്പസുകളിലും പൊതുസമൂഹത്തും DYFIയും SFIയുമാണ് ഇതിൻ്റെ എല്ലാം നേതൃത്വം നൽകുന്നതെന്ന് പറഞ്ഞിരുന്നു അദ്ദേഹം. പക്ഷേ ഇന്നലെ SFI നേതൃത്വം പറഞ്ഞത് വലിയ പ്രചരണം നടത്തുന്നത് ഈ DYFIയും അതുപോലെ SFIയും മാത്രമാണ്. കോൺഗ്രസ് ബോധപൂർവം ഇതിൽ SFIയെ വലിച്ചിഴയ്ക്കുന്നു എന്നാണ് അവർ പറയുന്നത്. എത്ര കേസുകളിൽ SFI ഇൻവോൾവ്? സിദ്ധാർത്ഥൻ്റെ കേസ്, മെഡിക്കൽ കോളേജിലെ കേസ്, യൂണിവേഴ്സിറ്റിയിലെ കേസ്, ഞാൻ 1 ഡസൻ കേസ് എടുത്തുതരാം. 1 ഡസൻ കേസുകളെ എടുത്തുതരാം. ആലപ്പുഴ ജില്ലയിലെ വിവിധ സംഭവങ്ങൾ 1 ഡസൻ കേസ് ഞാൻ എടുത്തുതരാം. ഇവർ ഇൻവോൾവ് ആയിട്ടുള്ള, പരസ്യമായിട്ടുള്ള, പുറത്തിറങ്ങിയിട്ടുള്ള കേസ്, പല കേസുകളിലും ഈ ഹോസ്റ്റൽ അതോറിറ്റീസ് മറച്ചു വയ്ക്കുകയാണ്, കോളേജ് അതോറിറ്റീസും മറച്ചു വയ്ക്കുകയാണ്, രക്ഷകർത്താക്കൾ മറച്ചു വയ്ക്കുക. കാരണം കുട്ടികളുടെ ഭാവി ഓർത്തും ഈ സ്ഥാപനങ്ങളുടെ റെപ്യൂട്ടേഷൻ ഓർത്തും മറച്ചു വയ്ക്കുകയാണ്. അതുകൊണ്ടാണ് പുറത്തു വരാത്തത്. വ്യാപകമായി നടക്കുകയാണ്. അവർക്ക് ഡോമിനൻസ് ഉള്ള ക്യാമ്പസുകളിൽ അവരിതിൻ്റെ ഏജന്റുമാരായി മാറുന്നുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഉണ്ട്, ഞങ്ങളുടെ വിലയിരുത്തലാണ്. ഞങ്ങളിത് പുറത്ത് അസംബ്ലിയിലും പറഞ്ഞിട്ടുണ്ട്, പുറത്തും പറഞ്ഞിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. അല്ല, പിടിച്ചതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, പിടിച്ചതിലെല്ലാം ഈ കൺസ്യൂമേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ്, ചെറിയ ഗ്രാമമുള്ള ആളുകളിൽ നിന്നാണ് പിടിച്ചിരിക്കുന്നത്. സോഴ്സ് എവിടെ പിടിച്ചിരിക്കുന്നത്? ആകെ ഒരു കേസാണ് പറഞ്ഞത്. സപ്ലൈ ചെയിനെ ബ്രേക്ക് ചെയ്യണ്ടേ? പണ്ട് നമ്മൾ സ്പിരിറ്റ് എങ്ങനെ അവസാനിപ്പിച്ചത്? കേരളത്തിലേക്ക് വ്യാപകമായി സ്പിരിറ്റ് വന്നിരുന്നൊരു കാലത്ത് ആ സ്പിരിറ്റ് എങ്ങനെയാണ് അവസാനിപ്പിച്ചത്? സ്പിരിറ്റ് കൊണ്ടുവരുന്ന ആളുകളെ, അവിടെ നിന്ന് കൊടുത്തുവിടുന്ന ആളുകളെ വരെ ആ ഒരു സപ്ലൈ ചെയിൻ ഉണ്ട്. നേരത്തെ പറഞ്ഞത്, അത് ഒറിജിനേറ്റ് ചെയ്യുന്ന സ്ഥലം വരെ ആളെ പിടിച്ച് അകത്തിട്ടപ്പോഴാണ് കേരളത്തിലേക്ക് പിന്നെ സ്പിരിറ്റ് സപ്ലൈ വേണ്ടാന്ന് തീരുമാനിച്ചത്. കേരളത്തിലേക്ക് ഡ്രഗ് സപ്ലൈ വേണ്ട എന്ന് ഇത് സപ്ലൈ ചെയ്യുന്ന ആളുകൾ തീരുമാനിക്കണമെങ്കിൽ അതിൽ കുറേ പേര് അകത്ത് പോകണം. അതിൽ ആരകത്ത് പോയേക്കണ്? അല്ല, ഇപ്പൊ കഴിഞ്ഞ ദിവസം കേസ് വെറുതെ വിട്ടില്ലേ? ഞങ്ങൾ അസംബ്ലി ചോദിച്ചു, വെറുതെ വിട്ടില്ലേ? വിദേശികൾ ഉൾപ്പെടെയുള്ള കേസ്, എറണാകുളത്ത് നിന്ന് പരസ്യമായിട്ട് പിടിച്ച കേസ്. എന്താ കോടതി പറഞ്ഞത്? കൊക്കൈൻ കേസ് പ്രോപ്പറായിട്ടുള്ള പ്രോസിക്യൂഷൻ നടപടികൾ എടുത്തില്ല. ഈ പോലീസിൻ്റെ, എക്സൈസിൻ്റെ നടപടി എന്ന് പറയുന്നത് പിടിച്ചാൽ മാത്രം പോരാ, പിടിച്ച് പത്രത്തിൽ വാർത്ത കൊടുത്താൽ പോരാ. പിടിച്ച് പത്രത്തിൽ വാർത്ത കൊടുത്ത് അതിൻ്റെ എവിഡൻസ് കൊടുത്ത് സബ്സ്റ്റൻസ് ഹാജരാക്കി പ്രൂവ് ചെയ്ത് NDPS ആക്ട് അനുസരിച്ച് പ്രൂവ് ചെയ്ത് അവരെ ജയിലിലാക്കണ്ടേ? അല്ലെങ്കിൽ പിന്നെ അവർക്ക് വിട്ടുപോകാന്ന് കണ്ടു കഴിഞ്ഞാൽ ആർക്കാ പേടിയുണ്ടാവുന്നത്? ഇത് അപകടത്തിലാണ് കേരളം. പൊളിറ്റിക്കൽ പാട്രണേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് അവർക്ക് സംരക്ഷണം കൊടുക്കുന്നുണ്ട് ഈ മാഫിയയ്ക്ക് പല സ്ഥലത്തും. CPM ഉണ്ട്, ഗവൺമെൻറ് അല്ലാതെ ഇപ്പം ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. ഗവൺമെൻറ് സൈഡിലിരിക്കുന്ന റൂളിംഗ് പാർട്ടിയാണ് രാഷ്ട്രീയ രക്ഷാകർതൃത്വം കൊടുക്കുന്നത്. ഈ വാക്ക് ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാണ്, അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്, അന്വേഷിച്ചിട്ട് പറഞ്ഞിട്ടാണ്, ഉത്തരവാദിത്ത ബോധത്തോടുകൂടി പറഞ്ഞതാണ്. അതൊന്ന് വിട്ടുനോക്കിയേ. സംരക്ഷിക്കുന്നുണ്ട് പൂർണ്ണമായിട്ട്. അതുകൊണ്ടാണ് മടി പിടിക്കുന്നത്, പല സ്ഥലത്തും മടി പിടിക്കുന്നത്. എന്നിട്ട് കുറേ കേസ് റിപ്പോർട്ട് ചെയ്തിട്ട് കുറേ അവിടെ ഇവിടെ ഇരിക്കുന്ന പിള്ളേരെ പിടിച്ചിട്ട് പറയാണ് ഇത്ര കേസിൻ്റെ നമ്പർ കൂട്ടി കാണിക്കുക. 2022 ഞങ്ങളിത് കൊണ്ടുവരുന്നതിൻ്റെ എത്ര ഇരട്ടിയായി കേരളത്തിൽ വർദ്ധിച്ചു. ഇപ്പോൾ ആളുകൾ പറയാണ്, നിങ്ങൾക്കറിയാമല്ലോ, 15 മിനിറ്റിനകം ആർക്ക് വേണമെങ്കിലും സാധനം കിട്ടും. അത്ര അവൈലബിലിറ്റിയാണ്. ഇത് കേരളത്തിൽ ഉണ്ടാക്കുന്ന സാധനമല്ല.
അത് മന്ത്രി അവകാശപ്പെടുന്നത് കഞ്ചാവിൻ്റെ ഉപഭോഗം കുറഞ്ഞു എന്നാണ്. ശരിയാണ്, കഞ്ചാവല്ലേ പഠിക്കണം, മറ്റേ സാധനം അടിക്കണം. MDMA കെമിക്കലാണ് അടിക്കുന്നത്. കഞ്ചാവിൻ്റെ ഉപഭോഗം കുറഞ്ഞെന്നും അറിയാം. സിന്തറ്റിക് മെറ്റീരിയൽസാണ് ഉപയോഗിക്കുന്നത്. കഞ്ചാവിൻ്റെ ഉപഭോഗം കുറയാൻ നേരം മറ്റേതിൻ്റെ ഉപഭോഗം കൂടിയെന്നാണ്. അതാണ് സത്യം, യാഥാർത്ഥ്യം അതാണ്. ഒരു കാര്യം, ഈ ആശാ വർക്കർമാരുടെ സമരം ഇന്ന് 20 ദിവസമായപ്പോൾ ഇന്നലെ സർക്കാർ ഒരു ഓർഡർ ഇറക്കിയിരിക്കുകയാണ്. പുതിയ ആശാ വർക്കർമാരെ നിയമിക്കാനും അവർക്ക് പരിശീലനം നൽകാനും വേണ്ടി സമരം പൊളിക്കാൻ വേണ്ടി CIT തന്നെ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഞാനത് മനസ്സിലാകണമല്ലോ. ഗവൺമെൻറ് ആദ്യം 2 മന്ത്രിമാർ ഈ സമരത്തെ അപഹസിച്ച് സംസാരിച്ചു. സമരം ചെയ്യുന്ന സ്ത്രീകളല്ലേ, ന്യായമായ ആവശ്യമല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും. 1 മണിക്കൂർ 2 മണിക്കൂർ ജോലി ചെയ്താൽ മതി എന്ന് പറഞ്ഞ് 7000 രൂപ വേതനം ഓണറേറിയം കൊടുത്തിരുന്ന സ്ഥലത്ത് 12-14 മണിക്കൂർ അവർ ജോലി ചെയ്യണം. എല്ലാ പുതിയ ജോലികളും അവരുടെ തലയിൽ വയ്ക്കുന്നത്. അവർക്ക് ഒരു 21,000 രൂപ മിനിമം കൂലി സംസ്ഥാനത്ത് ഒരു ദിവസം 600 രൂപയാണ്. ഒരു 21,000 രൂപ വേണമെന്ന് പറഞ്ഞ് അവർ സമരം ചെയ്യുന്നു. അവരുടെ 3 മാസത്തെ ഓണറേറിയം കുടിശ്ശികയാണ്. സമരം ചെയ്യുന്നത് കേരളത്തിൽ തെറ്റാണോ? ഇപ്പം സമരം ചെയ്തവരെ പരിഹസിക്കുകയാണ്. സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു പോയ പൊതുകാര്യ പ്രസക്തരായ ആളുകൾക്ക് പോലീസ് നോട്ടീസ് കൊടുക്കുകയാണ്. 48 മണിക്കൂറിനകം സ്റ്റേഷനിൽ ഹാജരാകണം. KG ദാരയ്ക്കും ജോസഫ് C മാത്യുവിനും അടക്കമുള്ള ആളുകൾക്ക് നോട്ടീസ് കൊടുക്കുകയാണ്. എന്നിട്ട് ബദൽ സമരം വെച്ചിട്ട് ഇവരെ പരിഹസിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ അല്ലേ റൈറ്റ് എക്സ്ട്രീം തീവ്ര വലതുപക്ഷ പാർട്ടിയാണോ കേരളം ഭരിക്കുന്നത്? മുതലാളിത്ത സ്വഭാവമാണ്. ഈ തീവ്ര വലതുപക്ഷ ഗവൺമെൻറ്റുകൾ ഭരിക്കുന്ന സ്ഥലങ്ങളിൽ പോലും ഇതുപോലെ സമരത്തെ നേരിടുന്നില്ല. സമരം ചെയ്ത് ട്രാൻസ്പോർട്ട് ജീവനക്കാർ ശമ്പളം കിട്ടാത്തതുകൊണ്ട് സമരം ചെയ്തു, അവർക്ക് ഡൈസ് ലോണാക്കി. രണ്ടാമതൊരു ഉത്തരവാണ്, സമരം ചെയ്തവർക്ക് ശമ്പളം എഴുതണ്ടെന്നു. കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ആണോ? സമരം ചെയ്തവർക്ക് പണ്ട് ട്രാൻസ്പോർട്ട് ബസ് അങ്ങനെ തന്നെ കത്തിച്ചിട്ട് അറിയാമല്ലോ, അതിൻ്റെ അകത്തുണ്ടായിരുന്ന 4 പേരെ ജീവനോടെ കത്തിച്ച് കളഞ്ഞ പാർട്ടിയാണ് സമരം ചെയ്തിട്ട് 70s. ഞാൻ കണക്ക് പറയാം, മട്ടന്നൂർ ട്രാൻസ്പോർട്ട് ബസ് കത്തിച്ച് ആ ബസ്സിൽ പോണവർക്ക് ഇറങ്ങി ഓടാനുള്ള അനുമതി പോലും കൊടുത്തില്ല. 4 പേര് ബസ്സിലിരുന്ന് വെന്തു മരിച്ചു. അങ്ങനെ ബസ്സിന് തീ കൊളുത്തി കേരളം സമരം ചെയ്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് CPM. അധികാരത്തിലിരിക്കുമ്പോൾ തൊഴിലാളി പാർട്ടി മുതലാളിത്ത പാർട്ടിയെ ഈ പാവങ്ങളെങ്കിലും അപമാനിക്കണോ? സ്ത്രീകളല്ലേ, അവരെ ഭീഷണിപ്പെടുത്തുകയാണ്. ഒരു ഭീഷണിയും വേണ്ട, അവരെ കൂടെ ഞങ്ങളുണ്ട്. ഞങ്ങൾ ആ സമരത്തിന് പിന്തുണയ്ക്കുകയാണ്. അല്ല, ഉണർവ് ഉണ്ടല്ലോ, നേരത്തെ തന്നെ കൂടുതൽ ഉണർവായി. നേരത്തെ തന്നെ ഉണർവുണ്ട്. ഞങ്ങൾ നേരത്തെ തന്നെ ലോക്കൽ ബോഡി ഇലക്ഷനോ അസംബ്ലി ഇലക്ഷനുള്ള വർക്ക് ഞങ്ങൾ നന്നായി തുടങ്ങിയിട്ടുണ്ട്. ദേശീയ നേതൃത്വം, നിങ്ങൾ ഓരോ വാർത്ത എഴുതുക. ആസാമിലെ കഴിഞ്ഞ ദിവസം മിനിങ്ങാന്നുണ്ടായിരുന്നു. ഈ വർഷം ഇലക്ഷൻ നടക്കുന്ന എല്ലാ സ്ഥലത്തെയും നേതാക്കളെ അവിടേക്ക് വിളിപ്പിച്ചാണ്. ഞാനത് പറഞ്ഞപ്പോൾ നിങ്ങൾ കേട്ടില്ല. നിങ്ങൾ ഓരോരുത്തരും KPC പ്രസിഡന്റ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള യോഗമാണ്, മാറ്റാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള യോഗമാണ്, നേതാക്കന്മാരെ വരട്ടാൻ വേണ്ടിയിട്ടുള്ള യോഗമാണ് എന്നൊക്കെ പറയും. ഇത് ഇന്ത്യയിൽ എല്ലാ ഇലക്ഷൻ നടക്കുന്ന എല്ലാ സംസ്ഥാനത്തും കോൺഗ്രസ് നേതൃത്വം വിളിപ്പിക്കുകയാണ്. രാഹുൽ ഗാന്ധിയെ പോലെ ഖാർഗെജിയെ പോലുള്ള നേതാക്കൾ ഞങ്ങളോട് ഗൈഡൻസ് തന്നു, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. പിന്നെ ഒരുമിച്ച് കളക്റ്റീവ് ലീഡർഷിപ്പായിട്ട് നന്നായി പ്രവർത്തിക്കണം എന്ന് ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ അവർക്ക് അഷ്വറൻസ് കൊടുത്തു. അവരാഗ്രഹിക്കുന്നത് പോലെ ഞങ്ങൾ കേരളത്തിൽ 100-ലധികം സീറ്റോടുകൂടി ഞങ്ങൾ തിരിച്ചു വരാൻ വേണ്ടി ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി ഒരു ടീമായിട്ട് കഠിനാധ്വാനം ചെയ്യും എന്ന് പറഞ്ഞു. അതിന്റെ സ്പിരിറ്റോടുകൂടിയാണ് വരുന്നത്. എന്നെ കണ്ടാറില്ലേ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്? അല്ല, അത് ഞാൻ ആ യോഗത്തിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ പുറത്തു പറയില്ല. ആ യോഗം മാധ്യമപ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയൊരു യോഗമല്ല. അത് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് വിളിച്ചു പറയുകയും ശരിയും തെറ്റുമായിട്ടുള്ള വാർത്തകളെല്ലാം നിങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത്, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം ഞാനിപ്പോൾ നിങ്ങളോട് പറയാം. അന്ന് ഞാൻ നിങ്ങളോട് അല്ല, അങ്ങനെയല്ല, ഞാൻ നിങ്ങളോട് പണ്ട് പറഞ്ഞിട്ടില്ല. ഇന്നലെ പറഞ്ഞാൽ ഞാൻ പറയില്ല. നിങ്ങളോട് പറഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഒന്നുകൂടി പറയാം. കേരളത്തിൽ ഞാനടക്കമുള്ള ഒരു കോൺഗ്രസ് നേതാവും ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളല്ല. ഞാനൊട്ടുമല്ല. കാരണം ഞാൻ നേതൃത്വത്തിലിരിക്കുന്ന ആളാണ്. എൻ്റെ പ്രയോറിറ്റി മുഖ്യമന്ത്രി ആകാനാണെങ്കിൽ കേരളത്തിൽ UDF തിരിച്ചു വരില്ല, ഞാൻ എൻ്റെ പുറകെ പോവുള്ളൂ. എൻ്റെ പ്രയോറിറ്റി കേരളത്തിലെ UDFനെ 100 സീറ്റിലധികം ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുക എന്നുള്ളതാണ് ലീഡർഷിപ്പിലിരിക്കുന്ന UDF ചെയർമാനായ എൻ്റെ ദൗത്യം. അത് ഞാൻ എൻ്റെ സഹപ്രവർത്തകരെയും എൻ്റെ നേതാക്കളെ, എനിക്ക് നേതാക്കന്മാരായിട്ടുള്ള ആളുണ്ട് കേരളത്തിൽ, സീനിയോറിറ്റി വെച്ചും പല കാരണങ്ങളുണ്ട്, അവരെയും കൂടി കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ആ മിഷൻ, അതിൻ്റെ ഏകോപന ചുമതല എനിക്കാണല്ലോ സ്വാഭാവികമായിട്ടും UDF ചെയർമാൻ. അത് ഞാൻ നിർവഹിക്കും. അത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞേക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ ചർച്ച വരുമ്പോഴും
നിങ്ങളുടെ മറ്റത് വരുമ്പോഴും എൻ്റെ പേര് ആ കൂട്ടത്തിൽ ചേർക്കരുത്. അല്ല, മിഷൻ വിജയിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നായകൻ അല്ലല്ല, അതൊക്കെ അത് കോൺഗ്രസ്സിന് ഒരു പ്രൊസീജിയറുണ്ട്, കോൺഗ്രസ്സിനൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം അത് ദേശീയ നേതൃത്വമാണ് ചെയ്യുന്നത്. അപ്പോൾ അവരാലോചിക്കും എന്താണ് ചെയ്യേണ്ടത്, ഓരോരുത്തരും എന്താ ചെയ്യേണ്ടത്, ഓരോരുത്തരുടെ ദൗത്യം എന്താണ്. അപ്പോൾ അവരങ്ങ് തീരുമാനിക്കും, അത്രയേ ഉള്ളൂ. കഴിയുമ്പോൾ എ കെ ആന്റണി വന്നതുപോലെ ഡൽഹിയിൽ നിന്ന് ഒരാൾ ഇങ്ങോട്ട് വരുമെന്നുള്ളൊരു അല്ല, നിങ്ങൾ അങ്ങനത്തെ ഞാൻ പറയാം, ഞാൻ ഒരു വലിയൊരു ആക്ഷേപം ഉന്നയിക്കുകയാണ്. കേരളത്തിലെ ചില മാധ്യമങ്ങളിലെങ്കിലും CPM ഒരു നറേറ്റീവ് വിൽക്കുന്നുണ്ട്, നന്നായിട്ട് വിൽക്കുന്നുണ്ടെന്നുള്ള വാക്കാണ് ഞാൻ ഉപയോഗിച്ചത്. ഞാൻ പറയില്ല, സൂക്ഷിച്ചേ പറയില്ല വാക്കുകൾ. CPM നറേറ്റീവ് എല്ലാവരും അല്ല, ചിലർ വിൽക്കുന്നുണ്ട്.